ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 3 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിനിഞ്ഞാന്ന് നടന്ന ബഡ്ജറ്റിൻ്റെ ഒരുവിധം എല്ലാ കണ്ടൻസ്ഡ് ഫോമിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ, കാരണം ബഡ്ജറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അത് കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണുക, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം. അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് മേടിക്കാൻ റെഗുലറായിട്ട് പഠിക്കുകയും റിവൈസ് ചെയ്ത് പഠിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. യൂണിയൻ ബഡ്ജറ്റ് 2023-24 ലൈവ് സമ്മറി. അതാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഹൗസ് ഫോർ എവ്രി വൺ എന്നുള്ള ഒരു എയിമായിട്ട് വന്നിട്ടുള്ള ഇതാണ്. സോ ഹൗസസ്, അഫോർഡബിൾ ഹൗസസ് ഫോർ ടു പീപ്പിൾ ഓഫ് ദ കൺട്രി എന്നാണ് അതിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ യൂണിയൻ ബഡ്ജറ്റിൽ 2023-24 യൂണിയൻ ബഡ്ജറ്റിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയ്ക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് 79,000 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ 66%, അപ്പോൾ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഹൗസ് ഫോർ എവരി വൺ എന്നുള്ള ഉദ്ദേശം ആ ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൊല്ലം അതിന് വേണ്ടിയിട്ട് 79,000 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, ഔട്ട്ലേ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ 66% കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ 79,000 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. യൂണിയൻ ബഡ്ജറ്റ് സമ്മറി തന്നെയാണ്. അപ്പോൾ 5 ഇൻകം ടാക്സ് റൂൾ ചേഞ്ചസ്. അത് നിങ്ങൾ ന്യൂസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇൻകം ടാക്സ് റൂള്, അതിൻ്റെ പല കാര്യങ്ങളും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പുതിയ ടാക്സ് സ്ലാബ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുവരെ 5 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവർക്ക് ടാക്സ് ഇല്ല. പക്ഷേ ഇനി അത് ആ ലിമിറ്റ് കൂട്ടിയിട്ട് 7 ലക്ഷം രൂപ മുതൽക്കായിട്ടുണ്ട്. അതായത് 7 ലക്ഷം രൂപ വരെ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട, ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ 7 ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ മുതൽ ഉള്ള എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷമായിരുന്നു ആ എമൗണ്ട്. ആ 5 ലക്ഷത്തിൻ്റെ കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 2,50,000 മുതൽക്ക് ടാക്സ് അടയ്ക്കണം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറ്റി 7 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട. 7 ലക്ഷത്തിൻ്റെ മുകളിലാണ് നിങ്ങളുടെ ശമ്പളം എങ്കിൽ, ഒരു വർഷത്തെ ആനുവൽ ഇൻകം എങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3 ലക്ഷം രൂപ മുതലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പിന്നെ നിർമ്മല സീതാരാമനാണ് ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററാണ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ടാക്സ് സിറ്റിസൺസ് അണ്ടർ 25% വിത്തൗട്ട് എക്സംഷൻസ് ആൻഡ് 30% വിത്ത് എക്സംഷൻസ് അലൗഡ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുതിയ സ്ലാബ് എങ്ങനെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. പുതിയ സ്ലാബ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ പുതിയ സ്ലാബ് ഇങ്ങനെയാണ്. 0 to 3 lakh നോ ടാക്സ് അടയ്ക്കേണ്ട. 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് 5% ടാക്സ് അടയ്ക്കണം. 6 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 10%, അങ്ങനെയല്ല, 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ നിങ്ങൾക്ക് 10% ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷത്തിൻ്റെ മുകളിലാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ശമ്പളം 9 ലക്ഷമാണെങ്കിൽ 0 to 3 ലാഖിന് ടാക്സ് വേണ്ട. പിന്നത്തെ 3 to 6 ലക്ഷം, ആ 3 ലക്ഷത്തിന് നിങ്ങൾക്ക് 5% ടാക്സ് അടയ്ക്കണം. അപ്പോൾ 3 ലക്ഷത്തിന് 5%, അതിൻ്റെ എമൗണ്ടും കൂടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. നിങ്ങളുടെ ശമ്പളം ഇപ്പോൾ 9 ലക്ഷമാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ 3 to 6 ലക്ഷം വരെ ഈ 3 ലക്ഷത്തിന് 5% ടാക്സ് അടയ്ക്കണം. അതായത്
എമൗണ്ട് എന്ന് പറയുന്നത് 5% ഓഫ് 3 ലക്ഷമാണ്. അതായത് 3 ലക്ഷത്തിൻ്റെ 10% 30,000. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 5% അതിൻ്റെ പകുതിയായ 15,000 രൂപ. അപ്പോൾ 15,000 നിങ്ങൾ ടാക്സ് അടയ്ക്കണം. 6 ലക്ഷമാണ് നിങ്ങളുടെ. അപ്പോൾ അത്രയും ടാക്സ് നിങ്ങൾ മാറ്റി വെച്ചോളൂ. പിന്നെ 6 to 9 ലക്ഷം, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 9 ലക്ഷം ആണെങ്കിൽ 6 to 9 ലക്ഷത്തിന് ആ 3 ലക്ഷത്തിന് 10% ടാക്സ് അടയ്ക്കണം. അതായത് 30,000 രൂപ. അപ്പോൾ 30,000 പ്ലസ് 15,000, 45,000 രൂപ ടാക്സ് അടയ്ക്കണം നിങ്ങൾക്ക്. 9 ലക്ഷമാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ. ഇനി 15 ലക്ഷമാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ഞാൻ പറയാം, പിന്നെയുള്ള 9 to 12 ലക്ഷം രൂപ, ആ 3 ലക്ഷം രൂപയ്ക്ക് 15% ടാക്സ് അടയ്ക്കണം. ആ 3 ലക്ഷത്തിന് 15% ടാക്സ്. അതായത് 15% എന്ന് പറയുമ്പോൾ 45,000 രൂപ വരും. 3 ലക്ഷത്തിൻ്റെ 15% 45,000 രൂപ. അപ്പോൾ നേരത്തെ ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എന്താണ് പറയുക 45,000-ഉം ഈ ഒരു 45,000-ഉം 90,000 ആണ്. 12 ലക്ഷമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇനി 15 ലക്ഷമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ അതിൽ കൂടെ 3 ലക്ഷത്തിൻ്റെ ഈ 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള 20% ടാക്സ് നിങ്ങൾ അടയ്ക്കണം. 20 ലക്ഷം ടാക്സ് എന്ന് പറയുമ്പോൾ 20% ടാക്സ്, ഇത് 20 ലക്ഷമല്ല, 20% ടാക്സ് അടയ്ക്കണം. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുമ്പോൾ 10% 30, 60,000 രൂപ. അപ്പോൾ 90, ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ 90-ഉം ഇത് ഇപ്പോൾ കിട്ടിയ 60,000-ഉം. അപ്പോൾ 1,50,000 രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. 15 ലക്ഷമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ. ഇനി 15 ലക്ഷത്തിൻ്റെ മുകളിലാണ് നിങ്ങളുടെ സാലറി എങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊരു ഫിഗർ പറയാം. അതായത് ഒരു 20 ലക്ഷം നമുക്ക് കണക്ക് കൂട്ടാം. 20 ലക്ഷമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ഇതുവരെ കണക്ക് കൂട്ടി വെച്ച 1,50,000 എന്തായാലും അടയ്ക്കണം. പിന്നെ 5 ലക്ഷത്തിൻ്റെ, അതായത് ഈ 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആകുമ്പോൾ 5 ലക്ഷം രൂപ ഉണ്ടല്ലോ, ആ 5 ലക്ഷം രൂപയുടെ 30% ടാക്സ് അടയ്ക്കണം. അതായത് 5 ലക്ഷം 10% എന്ന് പറയുമ്പോൾ 50,000, 1,50,000 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 1.5 ലക്ഷവും ഇവിടുത്തെ ഈ 1.5 ലക്ഷവും കൂടിയിട്ട് 3 ലക്ഷം രൂപ ഇൻകം ടാക്സ് വരും നിങ്ങൾക്ക്. 20 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ 6 ലക്ഷമാണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. 7 ലക്ഷം ആണെങ്കിൽ മുതൽക്കാണ് നിങ്ങൾക്ക് ഈ സ്ലാബ് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ പെൻഷനേഴ്സ്, ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ്ഡ് എക്സ്റ്റെൻഡിങ് ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ടു ന്യൂ ടാക്സ് regime. Each salaried person with an income of 15.5 lakh or more will benefit by 52,500 rupees. അപ്പോൾ പഴയ ടാക്സ് സ്ലാബ് വെച്ച് നോക്കുമ്പോൾ 52,500 രൂപ ലാഭം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ, 15.5 ലക്ഷം ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ. അതേപോലെ മാക്സിമം ടാക്സ് അലോങ് വിത്ത് സർചാർജ് വിൽ ബി 39%. പിന്നെ ദ ഹയസ്റ്റ് ടാക്സ് റേറ്റ് വിച്ച് ഇൻ അവർ കൺട്രി ഈസ് 42.74%. അപ്പോൾ ഹയസ്റ്റ് ടാക്സ് റേറ്റ്, നമ്മുടെ രാജ്യത്തെ ഹയസ്റ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 42.74%. ദിസ് ഇസ് among ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. ഐ പ്രപ്പോസ് ടു റെഡ്യൂസ്. അപ്പോൾ ഇത് നിർമ്മല സീതാരാമൻ പറഞ്ഞ സെയിം ആ ബഡ്ജറ്റിൽ യൂസ് ചെയ്ത സെയിം വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതേപോലെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 37% to 25% ഇൻ ദ ന്യൂ ടാക്സ് regime. അപ്പോൾ 37% നിന്ന് 25% ചുരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് വുഡ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് എ മാക്സിമം ടാക്സ് റേറ്റ് ടു 39%. ലാസ്റ്റ്ലി ദ ലിമിറ്റ് ഓഫ് 3 lakh ഫോർ ടാക്സ് എക്സംഷൻ ഓൺ ലീവ് എൻകാഷ്മെൻറ്റ് ഓൺ എ റിട്ടയർമെൻറ്റ് ഓഫ് എ നോൺ ഗവൺമെൻറ് സാലറിഡ് എംപ്ലോയീസ് വാസ് ലാസ്റ്റ് ഫിക്സഡ് ഇൻ ദ ഇയർ 2002 when the highest basic pay in the government was 30,000 per month. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. കറൻ്റ്ലി 5% ടാക്സസ് ലെവീഡ് ഓൺ ടോട്ടൽ ഇൻകം ബിറ്റ്വീൻ 2.5 lakh. അത് ഞാൻ പറഞ്ഞ ഇത് പഴയ സ്ലാബാണ് പറയുന്നത്. ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കാം.
ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ്, അതായത് ബഡ്ജറ്റ് റിലേറ്റഡ് തന്നെയാണ്. ഹെൽത്ത് സെക്ടറിലേക്ക് എന്ത് ചെയ്തു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് സെക്ടറിലേക്ക് 1 മിനിറ്റ്. ഇൻക്രീസിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 24 ഹെൽത്ത് കെയർ ബഡ്ജറ്റ് ടു 89,155 crore rupees ഫ്രം ദ പ്രീവിയസ് ഇയേഴ്സ് എസ്റ്റിമേറ്റ് ഓഫ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഹെൽത്ത് കെയർ ബഡ്ജറ്റായിട്ട് അലോക്കേറ്റ് ചെയ്തത് 86,200 കോടി രൂപയാണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ ഫിഗർ. ഈ വർഷം അതിന് വേണ്ടി ഹെൽത്ത് സെക്ടറിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 89,155 കോടി രൂപയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഓൾസോ അനൗൺസ്ഡ് എ പ്ലാൻ ടു സെറ്റപ്പ് 157 ന്യൂ നഴ്സിംഗ് കോളേജസ് ഇൻ കോ ലൊക്കേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് 157 മെഡിക്കൽ കോളേജസ് എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 2014. അപ്പോൾ 157 പുതിയ നഴ്സിംഗ് കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ ഒക്കെയാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ വിൽ എൻറ്റെയിൽ അവയർനെസ് ക്രിയേഷൻ, യൂണിവേഴ്സൽ സ്ക്രീനിങ് ഓഫ് 7 crore people in the age group of 0 to 40 years in affected tribal areas. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സ്ക്രീനിങ്, അതിൻ്റെ മുമ്പ് എൻറ്റെയിൽ അവയർനെസ് ക്രിയേഷൻ, കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ 0 to 40 years ഏജ് ഗ്രൂപ്പിലുള്ളവർ, ആ ഏജ് ഗ്രൂപ്പിലുള്ള 7 കോടി പീപ്പിളിനെ സ്ക്രീനിങ് ചെയ്യും. അതായത് ഇത് അഫക്റ്റ് ആയിട്ടുള്ള ട്രൈബൽ ഏരിയാസിൽ ഇൻക്ലൂഡ് ആയിട്ട്. ആൻഡ് കൗൺസിലിംഗ് ത്രൂ കൊളാബറേറ്റീവ് എഫേർട്സ് ഓഫ് സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. പിന്നെ ICMR ലാബ്സ് അവൈലബിൾ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ICMR ലാബ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ മെഡിക്കൽ സെക്ടർ ആൻഡ് ഇന്നോവേഷൻ, ദ ഫിനാൻസ് മിനിസ്റ്റർ സെഡ് ദാറ്റ് ഫെസിലിറ്റീസ് ഇൻ ICMR ലാബ്സ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഫാക്കൽറ്റി ആൻഡ് പ്രൈവറ്റ് സെക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീംസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ഫാർമ സെക്ടർ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഡെഡിക്കേറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഫോർ മെഡിക്കൽ ഡിവൈസസ്, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസാണ്, അതായത് സെയിം ബഡ്ജറ്റിനെ കുറിച്ച് തന്നെയാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് ടു ബി റിവാംപ്ഡ് ത്രൂ ഡിജിറ്റൽ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് റീവാംപ് ചെയ്യാൻ പോവുകയാണ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലത്തെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലൂടെ റീവാംപ് ചെയ്യാൻ, ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റീവാംപ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ദ യൂണിയൻ ബഡ്ജറ്റ് പ്രപ്പോസൽ ടു റിവിഷൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ത്രൂ ഇന്നോവേറ്റീവ് പെഡഗോജി curriculum transaction, continuous professional development and ICT implementation by developing district institutes of education and training as institutes of excellence is expected to benefit the state considerably. അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും റീവാംപ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിൽ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഹയസ്റ്റ് എവർ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് 2.4 lakh crore rupees ഫോർ റെയിൽവേസ്. അപ്പോൾ റെയിൽവേസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തത് മറ്റൊരു വലിയ കാര്യമാണ്. അതായത് 2.4 ലക്ഷം കോടി രൂപ ക്യാപിറ്റൽ ഔട്ട്ലേ ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് റെയിൽവേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2.4 lakh crore ഹാസ് ബീൻ പ്രൊവൈഡഡ് ഫോർ റെയിൽവേസ്. ദ ഹയസ്റ്റ് എവർ ഔട്ട്ലേ ഈസ് അബൌട്ട് 9 times ദ ഔട്ട്ലേ മെയ്ഡ് ഇൻ 2013-14. അപ്പോൾ 2013-14 ഉണ്ടായതിനെക്കാട്ടിലും 9 times ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യം അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേ വിൽ ബി ടേക്കൺ അപ്പ് ഓൺ പ്രയോറിറ്റി വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് of 75,000 crore rupees, including 15,000 crore rupees from private sources. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം.
അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം, എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശ്രീമതി നിർമ്മല സീതാരാമൻ മെൻഷൻഡ് ദാറ്റ് ആൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് UIDF വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ യൂസ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഷോർട്ട് ഫോൾ. അപ്പോൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഷോർട്ട് ഫോളിൽ അതിൻ്റെ യൂസ് വെച്ചിട്ട് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് വിൽ ബി മാനേജ്, ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് വഴിയാണ് മാനേജ് ചെയ്യുക. ആൻഡ് വിൽ ബി യൂസ്ഡ് ബൈ പബ്ലിക് ഏജൻസീസ് ടു ക്രിയേറ്റ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ Tier 2 and Tier 3 സിറ്റീസ്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് UIDF എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് Tier 2 and Tier 3 സിറ്റീസിന് വേണ്ടിയിട്ട്. മേക്കിംഗ് സിറ്റീസ് റെഡി ഫോർ മുനിസിപ്പൽ ബോണ്ട്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അർബൻ സാനിറ്റേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. യൂണിയൻ ബഡ്ജറ്റ് 2023-24 കോസ്റ്റൽ ഷിപ്പിംഗ് ടു ബി പ്രൊമോട്ടഡ് ത്രൂ PPP മോഡ് വിത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വഴി കോസ്റ്റൽ ഷിപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ PPP മോഡ് വഴി പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീക്കിംഗ് ഇൻ ലൈൻ വിത്ത് എ ഗ്രീൻ ഗ്രോത്ത് മിനിസ്റ്റർ പ്രൊപ്പോസ്ഡ് ദാറ്റ് കോസ്റ്റൽ ഷിപ്പിംഗ് വിൽ ബി പ്രൊമോട്ടഡ് ആസ് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് lower cost mode of transport both for passengers and freight through PPP mode with a viability gap funding. A part of the state's outlay, a 50-year loan to be spent on capital expenditure is also linked or allocated for scrapping old government vehicles. അപ്പോൾ കോസ്റ്റൽ ഷിപ്പിംഗ് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് PPP മോഡ് വഴി, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വഴി. അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി PVTG ഡെവലപ്മെൻറ്റ് മിഷൻ ടു ബി ലോഞ്ച് വിത്ത് എൻ ഔട്ട്ലേ ഓഫ് 15,000 crore rupees. അപ്പോൾ പ്രധാനമന്ത്രി PVTG ഡെവലപ്മെൻറ്റ് മിഷൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് മാറ്റിവെച്ച തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 കോടി രൂപയാണ്. 15,000 crore rupees ആണ് അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി PVTG ഡെവലപ്മെൻറ്റ് മിഷന് വേണ്ടിയിട്ട്. അതായത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ദ മിഷൻ നെക്സ്റ്റ് 3 years അണ്ടർ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ട്രൈബൽ ഗ്രൂപ്പ്സിനുള്ള ഒരു ഔട്ട്ലേ ആണ് ഈ 15,000 കോടി രൂപ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു 38,800 ടീച്ചേഴ്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യും 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസിലേക്ക്. അതിൽ 3.5 ലക്ഷം ട്രൈബൽ സ്റ്റുഡൻസ് ആയിരിക്കും പഠിക്കുക നെക്സ്റ്റ് 3 years എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് ബ്ലോക്സ് പ്രോഗ്രാം, അതാണ് മറ്റൊരു പ്രോഗ്രാം ഇവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ആസ്പിറേഷൻ ബ്ലോക്സ് പ്രോഗ്രാം ഹാസ് ബീൻ ലോഞ്ച്ഡ് കവറിംഗ് 500 blocks of saturation of essential government services across multiple domains such as health, nutrition, education, agriculture, water resources, financial inclusion, skill development and basic infrastructure. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. 79,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ആവാസ് യോജനയ്ക്ക് വേണ്ടിയിട്ട്, ഹൗസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ ഫോർ ഡ്രോട്ട് പ്രോൺ റീജിയൻ, അതായത് ഡ്രോട്ട് പ്രോൺ റീജിയൻ, അതായത് സെൻട്രൽ റീജിയൻ ഓഫ് കർണാടക അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഡ്രോട്ട് ഉള്ള സ്ഥലങ്ങളിലേക്ക് അസിസ്റ്റൻസിനായിട്ട് സെൻട്രൽ അസിസ്റ്റൻസ് ഓഫ് 5,300 കോടിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ഭദ്ര പ്രൊജക്റ്റ് ടു പ്രൊവൈഡ് സസ്റ്റൈനബിൾ മൈക്രോ ഇറിഗേഷൻ ആൻഡ് ഫില്ലിംഗ് ഓഫ് സർഫസ് ടാങ്ക്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഭാരത് ഷെയർഡ് റെപ്പോസിറ്ററി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, ഭാരത് ശ്രീ എന്ന് പറയുന്ന പ്രോഗ്രാം, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഭാരത് ഷെയർഡ് റെപ്പോസിറ്ററി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് വിൽ ബി സെറ്റപ്പ് ഇൻ എ ഡിജിറ്റൽ എപ്പിഗ്രാഫി മ്യൂസിയം.
digital epigraphy museum with a digitization of 1 lakh ancient inscriptions in the first stage. പിന്നെ സപ്പോർട്ട് ഫോർ പുവർ പ്രിസണേഴ്സ് ആണ് പറയുന്നത്, പ്രിസണേഴ്സിനുള്ള അലൊക്കേഷനാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു പ്രൊവൈഡ്, അതെന്തിനാണെന്ന് നമുക്കൊന്ന് വായിക്കാം. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു പുവർ പേഴ്സൺസ് ഹു ആർ ഇൻ പ്രിസൺസ് ആൻഡ് അൺഎബിൾ ടു അഫോർഡ് ദ പെനാൽറ്റി ഓർ ദ ബെയിൽ എമൗണ്ട്, ദ ഫിനാൻസ് മിനിസ്റ്റർ സ്റ്റേറ്റഡ് ദാറ്റ് റിക്വയർഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് വിൽ ബി പ്രൊവൈഡഡ്. അതായത് ഇപ്പോൾ അത് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തവർക്കാവില്ല, ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത് അവർക്ക് പിഴ അടയ്ക്കാനൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ പിഴ അടയ്ക്കാൻ കഴിവില്ലാത്തവർ, അങ്ങനത്തെവർക്ക് പിഴ ഇല്ലെങ്കിൽ കുറച്ചും കൂടി കാലം ജയിലിൽ കിടക്കണം എന്നൊക്കെ ഉള്ള നിയമമാണ്. അപ്പോൾ അങ്ങനത്തെ നിയമം വരുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് സപ്പോർട്ട് ഫോർ പുവർ പ്രിസണേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. യൂണിയൻ ബഡ്ജറ്റ് 9, അപ്പോൾ അതിൽ പറയുന്നത് 9,000 crore റുപ്പീസ് ഫോർ റീവാംപ്ഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു MSMEs. അപ്പോൾ 9,000 കോടി രൂപയാണ് ഇൻഫ്യൂസ് ചെയ്യാൻ പോകുന്നത് MSMEയിലേക്ക്. അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, MSMEയിലേക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന് വേണ്ടിയിട്ട്, റീവാംപ്ഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന് വേണ്ടിയിട്ട് 9,000 കോടി രൂപയാണ് അലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ശ്രീമതി സീതാരാമൻ announced that the revamped credit guarantee scheme for MSMEs proposed in the previous budget will take from 1st April 2023 through infusion of 9,000 crore rupees in the corpus. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം 9,000 കോടി രൂപയാണ് ഇൻഫ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദിസ് വിൽ എനേബിൾ അഡീഷണൽ കൊളാട്രൽ ഫീ ഗ്യാരണ്ടി ക്രെഡിറ്റ് ഓഫ് 2 lakh crore. അപ്പോൾ ഇതൊരു അഡീഷണൽ കൊളാട്രൽ ഫ്രീ ഗ്യാരണ്ടീഡ് ക്രെഡിറ്റ് ഓഫ് 2 lakh crore റുപ്പീസിൻ്റെ അഡീഷണൽ കൊളാട്രൽ ഫ്രീ ക്രെഡിറ്റ് എനേബിൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈടൊന്നും വെക്കാതെ കൊടുക്കുന്ന ലോണിൻ്റെ കാര്യമാണ് കൊളാട്രൽ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫർദർ ദ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 1%. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് 1% കമ്മിയാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. അപ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെയാണ്. വിവാദ് സേ വിശ്വാസ് റിലീഫ് ഫോർ MSMEs. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവിംഗ് സിഗ്നിഫിക്കൻറ്റ് റിലീഫ് ടു MSMEs, ഫിനാൻസ് മിനിസ്റ്റർ പ്രപ്പോസ്ഡ് ദാറ്റ് ഇൻ കേസസ് ഓഫ് ഫെയിലിയർ ബൈ MSMEs ടു എക്സിക്യൂട്ട് കോൺട്രാക്ട്സ് ഡ്യൂറിംഗ് ദ കോവിഡ് പീരീഡ് 95% ഓഫ് ദ ഫോർട്ടിഫൈഡ് എമൗണ്ട് റിലേറ്റിംഗ് ടു ബിഡ് ഓർ പെർഫോമൻസ് സെക്യൂരിറ്റി വിൽ ബി റിട്ടേൺഡ് ടു ദെം ബൈ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ്. വിവാദ് സെ വിശ്വാസ് 1 ആണ് ഇത്, റിലീഫ് ഫോർ MSMEസിൻ്റെ. വിവാദ് സെ വിശ്വാസ് 1 എന്ന് പറയുന്നത് റിലീഫ് ഫോർ MSMEs ആണ്. അതായത് ഗിവിംഗ് സിഗ്നിഫിക്കൻറ്റ് റിലീഫ് ടു MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഒരുപാട് റിലീഫ് കൊടുക്കുകയാണ് ഈ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ പിന്നെ സെക്കൻഡ് വിവാദ് സെ വിശ്വാസ് 2 എന്ന് പറയുന്നത് സെറ്റിലിംഗ് കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടു സെറ്റിൽ കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് wherein arbitral award is under challenge in a court, a voluntary settlement scheme with standardized terms will be introduced. This will be done by offering graded settlement terms depending on pendency level of the dispute. അപ്പോൾ സെറ്റിലിംഗ് കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യലാണ് വിവാദ് സെ വിശ്വാസ് 2. പിന്നെ MSMEs ആൻഡ് പ്രൊഫഷണൽസ്, അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്റ്റേറ്റിംഗ് ദാറ്റ് MSMEs ആർ ഗ്രോത്ത് എൻജിൻസ് ഓഫ് അവർ എക്കണോമി. അപ്പോൾ MSMEs ഗ്രോത്ത് എൻജിൻസ് ഓഫ് എക്കണോമി ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിർമ്മല സീതാരാമൻ, ഫിനാൻസ് മിനിസ്റ്റർ. ദാറ്റ് മൈക്രോ എൻ്റർപ്രൈസസ് വിത്ത് എ ടേൺ ഓവർ ഓഫ് 2 crore rupees and certain professionals with a turnover of up to 50 lakh can avail the benefit of presumptive taxation. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഇത് വായിച്ച് നോക്കുക. ഇത് ജസ്റ്റ് ഇതിൻ്റെ നമ്പേഴ്സൊക്കെ ഒന്ന് എത്രയാണ് അലോക്കേറ്റ് ചെയ്തത്, എത്രയാണ് അതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം.
സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് വൈൽ റെപ്രസെൻറ്റിംഗ് ദ യൂണിയൻ ബഡ്ജറ്റ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ സെഡ് entrepreneurship is vital for a country's economic development. We have taken a number of measures for startups and they have borne results. India is now the third largest ecosystem for startups globally. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പറഞ്ഞു. അതായത് ഇന്ത്യ ഇപ്പോൾ തേർഡ് ലാർജസ്റ്റ് ഇക്കോസിസ്റ്റം ആണ് സ്റ്റാർട്ടപ്സിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റാങ്ക് സെക്കൻഡ് ഇൻ ഇന്നോവേഷൻ ക്വാളിറ്റി എമംഗ് മിഡിൽ ഇൻകം കൺട്രീസ്. പിന്നെ നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ മറ്റൊരു കാര്യം പറഞ്ഞത് നാഷണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ രജിസ്ട്രി സെർവ് ചെയ്യും, ക്യാപിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ആക്സിലറി ഇൻഫർമേഷനായിട്ട് സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് വിൽ ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ്, പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഫോസ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫോസ്റ്റർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നെക്സ്റ്റ് പേജ് അപ്പോൾ ഗിഫ്റ്റ് IFSC. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, അത് വായിച്ച് നോക്കാൻ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്യാം ഈ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ബഡ്ജറ്റിൻ്റെ അടുത്ത കാര്യമാണ് 50 ഡെസ്റ്റിനേഷൻസ് ടു ബി ഡെവലപ്ഡ് ആസ് എ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ടൂറിസം. അപ്പോൾ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ടൂറിസം ആയിട്ട് 50 ഡെസ്റ്റിനേഷനെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ബഡ്ജറ്റിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 50 ഡെസ്റ്റിനേഷൻസ് വിൽ ബി സെലക്റ്റഡ് ആൻഡ് ഡെവലപ്ഡ് ആസ് എ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ടൂറിസം. These destinations will be selected through challenge mode using an integrated and innovative approach, while the focus of development of tourism would be on domestic as well as foreign tourists. അപ്പോൾ 50 ഡെസ്റ്റിനേഷനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ടൂറിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ടു സ്ട്രെങ്തൻ ദ ഡൊമസ്റ്റിക് ടൂറിസം, അപ്പോൾ ഇന്ത്യയിലത്തെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ടർ സ്പെസിഫിക് സ്കില്ലിംഗ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വിൽ ബി ഡോട്ടെയിൽഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദേഖോ അപ്നാ ദേശ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ യൂണിറ്റി മോൾ ടു പ്രൊമോട്ട് സെൽ സ്റ്റേറ്റ്സ് ഓൺ 1 ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പോൾ 50 ഡെസ്റ്റിനേഷൻസിനെ ഡെവലപ്പ് ചെയ്യാണ് കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ടൂറിസം ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് 35,000 crore rupees ടുവേർഡ്സ് എനർജി ട്രാൻസിഷൻ. അപ്പോൾ എനർജി ട്രാൻസിഷന് വേണ്ടിയിട്ട് 35,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ 19,700 കോടി രൂപ ഗ്രീൻ ഹൈഡ്രജന് വേണ്ടിയിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അലോക്കേറ്റ് ചെയ്തത് 35,000 കോടി രൂപയാണ് പ്രയോറിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടുവേർഡ്സ് എനർജി ട്രാൻസിഷൻ ആൻഡ് നെറ്റ് സീറോ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട്. പിന്നെ എനർജി സെക്യൂരിറ്റി ബൈ മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ പറയുന്നത് ആൻ അഡീഷണൽ 19,700 crore rupees മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഔട്ട്ലേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ടു ലോവർ കാർബൺ ഇൻറ്റൻസിറ്റി ആൻഡ് റെഡ്യൂസ് ഫോസിൽ ഫ്യൂൽ യൂസിന് വേണ്ടിയിട്ട് 19,700 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യസ് ടാർഗറ്റ് ടു റീച്ച് ആൻ ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ 5 മെട്രിക് മില്യൺ ടൺ ബൈ 2030. അപ്പോൾ ബൈ 2030 ഗ്രീൻ ഹൈഡ്രജനൊക്കെ ഡെവലപ്പ് ചെയ്ത് ആനുവൽ പ്രൊഡക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് 5 മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 35,000, 19,700. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് വിത്ത് കപ്പാസിറ്റി ഓഫ് 4,000 മെഗാവാട്ട് വിൽ ബി സപ്പോർട്ടഡ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അപ്പോൾ നിങ്ങളിത് വായിക്കുക. പിന്നെ റിന്യൂവബിൾ എനർജി ഇവാക്വേഷൻ അത് വായിക്കുക. പിന്നെ PM പ്രണാം ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഒക്കെ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഗോബർ ദാൻ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ടു വെൽത്ത് പ്ലാൻസ് അണ്ടർ ഗോബർ ദാൻ galvanizing organic bio agro resources done scheme have been proposed for promoting circular economy.
This will include 200 compressed biogas plants, including 75 plants in urban areas and 300 community or cluster plants in total investment of 10,000 crore rupees. പിന്നെ avoid cascading of taxes on a blended compressed natural gas, exemption of excise duty on a GST paid CBG contained in it has also been proposed. പിന്നെ 5% CBG മാൻഡേറ്റും ഇതിൽ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് വായിക്കുക, നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ പിന്നെ ഭാരതീയ പ്രാകൃതിക് ഖേത്തി ബയോ ഇൻപുട്ട് റിസോഴ്സസ് സെൻറ്റർ, അപ്പോൾ അത് ഓവർ ദ നെക്സ്റ്റ് 3 years വി വിൽ ഫെസിലിറ്റേറ്റ് 1 crore farmers. അപ്പോൾ ഫാർമേഴ്സിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓവർ ദ നെക്സ്റ്റ് 3 years വി വിൽ ഫെസിലിറ്റേറ്റ് 1 crore farmers ടു അഡോപ്റ്റ് നാച്ചുറൽ ഫാർമിംഗ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ദ ഫിനാൻസ് മിനിസ്റ്റർ സെഡ് വൈൽ അനൗൺസിംഗ് ദ പ്രപ്പോസൽ ടു സെറ്റ് അപ്പ് 10,000 bio input resources center, thereby creating a national level distributed micro fertilizer and pesticide manufacturing network. അപ്പോൾ ഫാർമേഴ്സിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും അതിന് 10,000 ബയോ ഇൻപുട്ട് റിസോഴ്സസ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഭാരതീയ പ്രാകൃതിക് ഖേത്തി ബയോ ഇൻപുട്ട് റിസോഴ്സസ് സെൻറ്റർ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാർമേഴ്സിൻ്റെ എമൗണ്ട് തള്ളിക്കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ബഡ്ജറ്റിൽ. അപ്പോൾ പിന്നെ മിഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യം, അപ്പോൾ മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർ ലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. ബിൽഡിംഗ് ഓഫ് ഇന്ത്യ സക്സസ് ഇൻ അഫോറസ്റ്റേഷൻ. അപ്പോൾ അഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനറി നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്നത് മിഷ്ടി എന്ന് പറയുന്നത് ടേക്ക് അപ്പ് മാംഗ്രോവ് പ്ലാന്റേഷൻ അലോങ് ദ കോസ്റ്റ് ലൈൻ ആൻഡ് ഓൺ സാൾട്ട് പാൻ ലാൻഡ്സിൽ മാംഗ്രോവ് പ്ലാന്റേഷൻ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മിഷ്ടി എന്ന് പറയുന്ന പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അമൃത് ധരോഹർ അപ്പോൾ ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ കൺസർവിംഗ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം. ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ്ഡ് അമൃത് ധരോഹർ സ്കീം വിച്ച് വിൽ പ്രൊമോട്ട് ദെയർ യുണീക്ക് കൺസർവേഷൻ വാല്യൂസ്. അപ്പോൾ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം പ്രിസർവ് ചെയ്യാനും കൺസർവ് ചെയ്യാനും വേണ്ടിയിട്ട് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ് അമൃത് ധരോഹർ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം. അത് യുണീക്ക് കൺസർവേഷൻ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്കീം വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഓവർ ദ നെക്സ്റ്റ് 3 years. അപ്പോൾ അടുത്ത 3 വർഷം കൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്റ്റിമൽ യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ആൻഡ് എൻഹാൻസ് ബയോഡൈവേഴ്സിറ്റി, കാർബൺ സ്റ്റോക്ക്, എക്കോ ടൂറിസം ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം ജനറേഷൻ ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനൽ GDP ഗ്രോത്ത് അറ്റ് 10.5% ഫിനാൻഷ്യൽ ഇയർ 24. അപ്പോൾ ഇത് എന്താണെന്നൊന്ന് വായിക്കാം. The union budget has pegged India's nominal GDP at a 10.5% in the financial year 2023-24. Nominal GDP includes changes in price due to inflation and presumes importance in the budget as other numbers are calculated on this projection. According to the fiscal policy statements, the nominal GDP was projected to grow at 15.4% year on year in financial year 22-23. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 24-ൽ ഇന്ത്യയുടെ നോമിനൽ GDP 10.5% ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. 33% ഇൻക്രീസ് ചെയ്തിട്ട് 10 ലക്ഷം കോടി രൂപയായിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വായിക്കാം. ദ ഫിനാൻസ് മിനിസ്റ്റർ പ്രപ്പോസ് ടു ഇൻക്രീസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഫോർ ദ 3rd year in a row by 33% to 10 lakh crore. 10 ലക്ഷം കോടി ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിച്ച് വുഡ് ബി 3.3% ഓഫ് GDP. അപ്പോൾ GDPയുടെ 3.3% ആയിരിക്കും ഈ 10 ലക്ഷം കോടി രൂപ. ആൻഡ് ഓൾമോസ്റ്റ് 3 times ദ ഔട്ട്ലേ ഇൻ 2019-20. അപ്പോൾ 3 times ദ ഔട്ട്ലേ 2019-20 3 times ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡയറക്റ്റ് ക്യാപിറ്റൽ പിന്നെ പറഞ്ഞിരിക്കുന്നത്
The finance minister proposed to increase a capital investment outlay for the third year in a row by 33% to 10 lakh crore rupees, which would be 3.3% of GDP. GDPയുടെ 3.3% ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ the direct capital investment by the center is complemented by the provision for creating capital assets through grants in aid to states. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ 33% വർദ്ധിച്ച് 10 ലക്ഷം കോടി രൂപയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഔട്ട്ലേ. നമുക്ക് നെക്സ്റ്റ് വായിക്കാം. ഇഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻറ്റർ വുഡ് ബി ബഡ്ജറ്റഡ് അറ്റ് 13.7 lakh crore, ദാറ്റ് ഈസ് 4.5% ഓഫ് GDP. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ടു സ്റ്റേറ്റ്സ് കണ്ടിന്യൂഡ്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അത് വായിക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ടു ബി 5.9% ഇൻ ഫിനാൻഷ്യൽ ഇയർ 23-24. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9% ഫിനാൻഷ്യൽ ഇയർ 23-24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെയും സ്പെൻഡിങ്ങിൻ്റെയും കാര്യമാണ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് റവന്യൂവിനെക്കാട്ടിലും കൂടുതൽ, അതായത് റവന്യൂ ഇൻകം വരുന്ന സോഴ്സ് ഇൻപുട്ടിനെ ഇൻകമിങ്, അതായത് റവന്യൂവിനെക്കാട്ടിലും കൂടുതൽ സ്പെൻഡിങ് വർദ്ധിക്കുകയാണെങ്കിൽ, സ്പെൻഡിങ് കൂടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഒരു ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഫണ്ട് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബോറോയിങ് ആണ് ചെയ്യുക. അപ്പോൾ അത് ഡൊമസ്റ്റിക്കലി, അതായത് RBI വഴിയൊക്കെ ബോറോയിങ് നടത്താം, അല്ലെങ്കിൽ ഫോറിൻ സോഴ്സസ് വഴിയും നമ്മൾ ബോറോയിങ് നടത്താറുണ്ട് ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതേസമയത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ അതായത് സ്പെൻഡിങ്ങിനെക്കാട്ടിലും കൂടുതലാണ് ഇൻകം എങ്കിൽ നമ്മളതിനെ പറയും സർപ്ലസ് എന്ന് പറയും. ഫിനാൻഷ്യൽ സർപ്ലസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ 2023-24 പീരീഡിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.9% ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The finance minister further stated that a fiscal deficit is estimated to be 5.9% of GDP in 2023-24. To finance the fiscal deficit in 2023-24, the net market borrowings from dated securities are estimated at 11.8 lakh crore. അപ്പോൾ ഈ ഒരു ഡെഫിസിറ്റിനെ നികത്താൻ വേണ്ടിയിട്ട് നെറ്റ് മാർക്കറ്റ് ബോറോയിങ്സ്, സെക്യൂരിറ്റീസ് എന്നുള്ള മാർക്കറ്റ് ബോറോയിങ്സ് എന്ന് പറയുന്നത് 11.8 ലക്ഷം കോടി രൂപയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The balance financing is expected to come from small savings and other sources. അപ്പോൾ സ്മോൾ സേവിങ് ആൻഡ് അതർ സോഴ്സസ് എന്നായിരിക്കും മറ്റ് ഫിനാൻസുകൾ വരിക, ഈ ഡെഫിസിറ്റിനെ നികത്താനുള്ള മറ്റ് സോഴ്സസ്. The gross market borrowings are estimated at 15.4 lakh crore. അപ്പോൾ ഗ്രോസ് മാർക്കറ്റ് ബോറോയിങ്സ് 15.4 lakh crore ആയിരിക്കുമെന്നാണ്, അത്രയും കോടി രൂപയായിരിക്കുമെന്നാണ്, ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ദ ഫിനാൻസ് മിനിസ്റ്റർ സ്റ്റേറ്റഡ് ദാറ്റ് ദ ടോട്ടൽ റെസിപ്റ്റ്സ് അതർ ദാൻ ബോറോയിങ്സ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആർ എസ്റ്റിമേറ്റഡ് at 27.2 lakh crore and 45 lakh crore respectively. Moreover, the net tax receipts are estimated at 23.3 lakh crore. The revised estimate at 2023-24, the finance minister stated that total receipts other than borrowings is 24.3 lakh crore, of which the net tax receipts are 20.9 lakh crore. The revised estimate of total expenditure is 41.9 lakh crore, of which the capital expenditure is about 7.3 lakh crore. അപ്പോൾ ഇതൊക്കെ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ the finance minister stated that revenue deficit is expected to be at 2.9% in a fiscal year 2023-24 over 4.1% in 2022-23. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്
പേജിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളത് വായിക്കുക. വായിക്കാനുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. ഗവൺമെൻറ് പ്രപ്പോസസ് ടു കട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ടു 13% ഫ്രം 21%. അപ്പോൾ ഗവൺമെൻറ് കസ്റ്റംസ് ഡ്യൂട്ടി, ഗുഡ്സിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 13% ആക്കി ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 21% കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്, അത് 13% ആക്കി ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് ഓൺ ബ്ലെൻഡഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ദ ബഡ്ജറ്റ് പ്രൊപ്പോസ്ഡ് ടു എക്സെപ്റ്റ് എക്സൈസ് ഡ്യൂട്ടി ഓൺ GST പെയ്ഡ് കംപ്രസ്ഡ് ബയോഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ കൂടുതൽ ഇതിൽ ഡിസ്കസ് കാരണം എന്താ വെച്ചാൽ മറ്റ് ന്യൂസുകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഡിസ്കസ് ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, വായിച്ച് നോക്കുക. മാക്സിമം ഇത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രപ്പോസസ് 16% ഇൻക്രീസ് ഇൻ നാഷണൽ കലാമിറ്റി കണ്ടിൻജൻറ്റ് ഡ്യൂട്ടി ഓൺ സ്പെസിഫൈഡ് സിഗരറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ് 16% ഇൻക്രീസ് നാഷണൽ കലാമിറ്റി കണ്ടിൻജൻറ്റ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്പെസിഫൈഡ് സിഗരറ്റ്സിൻ്റെ മുകളിലുള്ള ടാക്സ് ആണ് ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 16% ഇൻക്രീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നെക്സ്റ്റ് ന്യൂസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 33% ടു 10 lakh crore rupees. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 33% വർദ്ധിച്ച് 10 ലക്ഷം കോടി രൂപയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിഫൻസ് മിനിസ്ട്രി ടോപ്പ് ബയർ ഓഫ് MSME ഗുഡ്സ് ഇൻ 2022. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി ടോപ്പ് ബയർ ഓഫ് MSME ഗുഡ്സ് 2022ൻ്റെ ടോപ്പ് ബയറാണ് ഡിഫൻസ് മിനിസ്ട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വാസ് ദ ടോപ്പ് പ്രൊക്യൂറിംഗ് മിനിസ്ട്രി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം MSME സെല്ലേഴ്സ് ഇൻ ദ കലണ്ടർ ഇയർ 2022, സെറ്റ് ദ ഗവൺമെൻറ്റ്സ് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയാണ് MSME ഗുഡ്സിൻ്റെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ടോപ്പ് ബയറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, RBI's ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ജംപ്സ് ടു 377.46 rupee, 377.46 in September from 349.3 in March. അപ്പോൾ RBIയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് 377.46 ജമ്പ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബറിൽ 349.3 എന്നുള്ള ഇതിൽ നിന്ന് 377.46 ആയിരിക്കുകയാണ് ആ ഇൻഡെക്സ്, RBIയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. പിന്നെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 2 ഫെബ്രുവരിയാണ്. 2 ഫെബ്രുവരി വെറ്റ്ലാൻഡ് ഡേ, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ് 2 ഫെബ്രുവരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NMDC സൈൻസ് അപ്പ് ചാമ്പ്യൻ ബോക്സർ നിഖത് സറീൻ ആസ് ഇറ്റ്സ് ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ NMDC ചാമ്പ്യൻ ബോക്സറായ നിഖത് സറീനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് സൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ മൈനർ ആൻഡ് ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഓർ NMDC ഹാസ് സൈൻഡ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് memorandum of agreement with the world boxing champion and gold medal winner of Birmingham 2022 Commonwealth Games, Nikhat Sareen, to represent NMDC as its brand ambassador. അപ്പോൾ NMDCയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സൈനപ്പ് ചെയ്തിരിക്കുകയാണ് ബോക്സറായ നിഖത് സറീനെ. നെക്സ്റ്റ് ന്യൂസ്, RBI appoints V. Ramachandra as a member of advisory committee of Shrey NBFCs.
അപ്പോൾ ശ്രീ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ അഡ്വൈസറി കമ്മിറ്റി, മെമ്പർ ഓഫ് അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് RBI. ആര്? വി രാമചന്ദ്ര എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്തു. ബഡ്ജറ്റ് ഒരുപാട് ലെങ്തി ആയി പോയി. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. ബഡ്ജറ്റിൽ തരുന്ന കാര്യങ്ങൾ, ഞാൻ തന്ന നോട്ട്സ്, അതേപോലെ ബഡ്ജറ്റിൽ സെയിം അതേപോലെ ഞാൻ ബഡ്ജറ്റിൽ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വർഷത്തെ എക്സാം, ബാങ്ക് എക്സാംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4 to 5 മാർക്ക് അതൊന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഈ ഒരു ഓഗസ്റ്റ് വരെയുള്ള എക്സാംസ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഉള്ള എക്സാംസിന് ഒരു 4-5 മാർക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.